ഹേ ഗായ്സ്, ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. അങ്ങനെ 12 ദിവസത്തെ ട്രിപ്പിലെ 9ാമത്തെ ദിവസം. പതിവ് പോലെ തന്നെ വീട്ടിൽ നിന്ന് വണ്ടിയൊക്കെ കഴുകി വൃത്തിയാക്കി നേരെ ഡ്രസ്സും പാക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ പോകുന്നത് ആലപ്പുഴയിൽ നിന്ന് കൊച്ചിയിലോട്ടാണ്. കൊച്ചി റമദയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ രാവിലെ നമ്മൾ ഒരു 8 മണി 8:30 സമയമായപ്പോഴത്തേക്ക് നേരെ വണ്ടി എടുത്തു. അപ്പോൾ 9 മണിക്ക് വരാനാണ് ഗസ്റ്റ് പറഞ്ഞേക്കുന്നത് ഹോട്ടലിൽ. അപ്പോൾ ലഗേജ് കാര്യങ്ങളൊക്കെ 9 മണിക്ക് മുന്നേ റിസപ്ഷൻ്റെ അവിടെ എത്തിച്ചേക്കാമെന്ന് ഗസ്റ്റ് പറഞ്ഞിരുന്നത്. കാരണം കറക്റ്റ് 9 മണിയായപ്പോൾ തന്നെ ഹോട്ടലിൽ എത്തേണ്ടതുകൊണ്ട് ഞാനൊരു 8:15 8:30 ആയപ്പോഴത്തേക്ക് തന്നെ ഇറങ്ങി. അങ്ങനെ നേരെ ഹൈവേ തന്നെ പിടിച്ചു. ഗസ്റ്റിനെയും പിക്ക് ചെയ്ത് നേരെ കൊച്ചിക്ക് പോകുന്ന വഴി നമ്മുടെ നാഷണൽ ഹൈവേ 66ൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. തുറവൂർ മുതൽ അരൂർ വരെയാണ് ഫ്ലൈ ഓവർ ഉള്ളത്. ഇത് വർക്ക് തുടങ്ങിയിട്ട് ഏകദേശം ഒരു 2.5 വർഷം 3.5 വർഷം ആയിട്ടുണ്ട് ഏകദേശം. ഇതുവരെ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. മേ ബി ഒരു 6 മാസം കൂടെ കഴിയുമ്പോഴത്തേക്ക് ഇത് കംപ്ലീറ്റ് ആകുമായിരിക്കും. ഇത് ഇപ്പോൾ നമ്മുടെ നാഷണൽ ലെവലിൽ തന്നെ ഏറ്റവും നീളം കൂടിയ സിംഗിൾ പില്ലറിൽ നിൽക്കുന്ന ഫ്ലൈ ഓവറാണിത്. അവിടുന്ന് നേരെ നമ്മൾ അരൂർ പാലം ക്രോസ് ചെയ്ത് എറണാകുളം ജില്ലയിലേക്ക് എൻ്റർ ആയിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ ഹോട്ടൽ വരുന്നത്, റമദ. അപ്പോൾ ഗസ്റ്റിനെ കൊണ്ടുവന്ന് നേരെ ഹോട്ടലിലേക്ക് ചെക്കിനാക്കി. എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു, ഇന്ന് ഹർത്താൽ ദിവസം ആയതുകൊണ്ടും പണിമുടക്ക് ആയതുകൊണ്ടും യാതൊരുവിധ ഫെസിലിറ്റീസും കാര്യങ്ങളും നമുക്ക് കിട്ടില്ല, അതുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് തന്നെ പോവാണെന്ന് പറഞ്ഞു. 1.5 മണിക്കൂർ ഞാൻ കുമ്പളം ടോൾ ഗേറ്റിൻ്റെ അവിടെ നിന്നു ഒരു വണ്ടി കിട്ടാൻ വേണ്ടിയിട്ട്. KSRTCയോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ നമ്മുടെ സുഹൃത്ത് എയർപോർട്ടിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴി എനിക്ക് രാഹുൽ എന്നെ വന്ന് പിക്ക് ചെയ്തു, നേരെ വീട്ടിൽ കൊണ്ടുവന്നാക്കി. അതിനുശേഷം നൈറ്റ് ആയപ്പോഴത്തേക്ക് ക്രിക്കറ്റ് കളിക്കാൻ പോകാമെന്ന് വിചാരിച്ചിരുന്നതാണ്. അപ്പം അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മൾ കുറച്ച് കാഴ്ചകൾ കണ്ടു. അത് നിങ്ങളെല്ലാവരും നേരത്തെ തന്നെ കണ്ടുവിടാം.